ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ജെകെയും ദീപ്തിയും തമ്മിൽ സംസാരിക്കുകയാണ്. ദീപ്തി ജെകെയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇപ്പോഴും അർച്ചനയുടെ പിന്നാലെ നടക്കുന്നത്? ഈ മേലാൽ നിങ്ങൾ അർച്ചനയെ ശല്യം ചെയ്യരുത്. അവൾ അന്തസ്സായി കുടുംബത്തോടൊപ്പം ജീവിക്കുന്ന ഒരു വീട്ടമ്മയാണ്. വക്കീലെന്ന നിലയിലും അവൾക്ക് നല്ല ഇമേജ് ഉണ്ട്. ഇനി നിങ്ങൾ ഇത് ആവർത്തിച്ചാൽ നിങ്ങളുടെ പേരിൽ ഞങ്ങൾക്ക് കേസ് കൊടുക്കേണ്ടി വരും. നിങ്ങൾ അധികം ഒളിക്കൊന്നും വേണ്ട. നിങ്ങളെ എനിക്ക് മനസ്സിലായി. നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലോ. എന്തുകൊണ്ട് കരിമലക്കുടിയിലെ കാര്യം പറഞ്ഞില്ല? അവിടെ നടന്നതെല്ലാം അർച്ചന എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണല്ലോ അർച്ചനയെ നിങ്ങൾ ചുറ്റിപ്പറ്റി നടക്കുന്നത്. നിങ്ങളുടെ ഉദ്ദേശത്തെ ഞങ്ങൾക്ക് സംശയമുണ്ട്. അർച്ചനയുടെ വീഡിയോസോ ഫോട്ടോസോ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതുപയോഗിച്ച് നിങ്ങൾ അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അഴിയെണ്ണേണ്ടി വരും. വക്കീലന്മാരോട് കളിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ദീപ്തി ചോദിക്കുമ്പോൾ ജെകെ പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും എൻ്റെ അടുത്തുണ്ടെന്ന് നിങ്ങളുടെ അർച്ചന മേഡം നിങ്ങളോട് പറഞ്ഞോ എന്നങ്ങനെ ജെകെ ചോദിക്കുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, നിങ്ങൾ അധികം സംസാരിക്കുന്ന വേണ്ട, എല്ലാം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഞാൻ വീണ്ടും പറയുന്നു, അർച്ചന ഒരു പാവമാണ്. അവളെ ഇങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്യരുത്. എന്നെ പോലെ അവൾക്ക് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാനൊന്നും കഴിയില്ല. അവൾ എത്രത്തോളം നീറുന്ന പ്രശ്നങ്ങൾ കൂടെയാണ് നടക്കുന്നതെന്ന് എനിക്ക് മാത്രമേ അറിയൂ. ആ പാവത്തിനെ നിങ്ങളിങ്ങനെ പിന്നാലെ നടന്ന് വേട്ടയാടരുതെന്ന് ദീപ്തി അങ്ങനെ ജെകെയോട് പറയാണ്. ഇത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് അർച്ചന വരുന്നത്. അർച്ചന എന്നിട്ട് ദീപ്തിയോട്, ദീപ്തി മതി, നിർത്തുമെന്ന് പറയാണ്. പിന്നീട് ജെകെ അർച്ചനയോട് പറയുന്നുണ്ട്, രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ സ്ത്രീകളെ പോലെ മറ്റാരും ഇല്ലെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. ജീവിതത്തിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ വേറെ ആരോടും പറയരുത്. കരിമലക്കുടിയിൽ ആ രാത്രിയിലുണ്ടായ സംഭവങ്ങൾ ആരും അറിഞ്ഞാലും മറക്കാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ അവിടെ നടന്ന കാര്യങ്ങൾ ഞാൻ ഇതുവരെയും ആരോടും പറഞ്ഞിട്ടില്ല. പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. നിങ്ങൾ ആരാന്ന് അന്വേഷിക്കണമെന്ന് പോലും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നിങ്ങൾ അതെല്ലാം നിങ്ങളുടെ സുഹൃത്തിനോട് പറഞ്ഞിരിക്കുന്നു. വളരെ മോശമായി പോയി. നിങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയാതെ തന്നെ എന്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഒരു ചിത്രം ഉണ്ടായിരുന്നു. പക്ഷെ ആ ചിത്രം ഇപ്പോൾ വികൃതമായി പോയി എന്നും പറഞ്ഞ് ജെകെ അവിടെ നിന്നും പോവുകയാണ്. ഇതെല്ലാം കേട്ട് അർച്ചനയ്ക്കാണെങ്കിൽ ആകെ സങ്കടാവുന്നുണ്ട്. അർച്ചന എന്നിട്ട് ദീപ്തിയോട് ചോദിക്കുന്നുണ്ട്, ദീപ്തി, നീ എന്തിനാണ് അയാളോട് ഇങ്ങനെയെല്ലാം സംസാരിക്കാൻ പോയത്? ഇത് വേണ്ടായിരുന്നു എന്ന് അർച്ചന പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, നിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. എനിക്ക് അയാളോട് അങ്ങനെ സംസാരിക്കാതിരിക്കാനാവില്ലായിരുന്നു. അത്രത്തോളം നീ അയാളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. നീ ടെൻഷൻ ആവേണ്ട അർച്ചനെ, കാര്യങ്ങളെല്ലാം ഇപ്പൊ അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. നീ അയാളുടെ ശല്യം നിനക്കുണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് ദീപ്തി ഓഫീസിനകത്തേക്ക് പോവുകയാണ്. അർച്ചനയാണെങ്കിൽ ആകെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് വിജയ് ശങ്കറിനോട് ജഗദീഷ് വക്കീലും രവികുമാർ വക്കീലും കൂടി ജെകെ വന്ന് അർച്ചനയുടെ ഓഫീസിൽ വഴക്കുണ്ടാക്കിയ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. എന്തിനാണ് അയാൾ വന്നതെന്നൊക്കെ വിജയ് ശങ്കർ അങ്ങനെ ചോദിക്കുന്നുണ്ട്. ജഗദീഷ് വക്കീൽ അപ്പൊ പറയുന്നുണ്ട്, എന്താണ് കാര്യമെന്നറിയില്ല, പക്ഷെ അയാൾ വന്ന് അർച്ചനയോട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇതിന്റെ കാര്യത്തിനാണ് ദേഷ്യപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ജഗദീഷ് വക്കീൽ അങ്ങനെ പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, അയാൾ എന്നെ ഒരുപാട് നാണം കെടുത്തിയിട്ടുണ്ട്. അയാളെ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അന്ന് അർച്ചനയാണ് ACPയുടെ മുന്നിൽ നിന്ന് അയാളെ രക്ഷിച്ചത്. അല്ലെങ്കിൽ ചിന്നുവിന്റെ കാര്യത്തിൽ അന്നേ ഞാൻ അവനെ അകത്താക്കിയേനെ. ഇപ്പോ അവനും അവളും തമ്മിൽ എന്താണ് പ്രശ്നമെന്ന് വിജയ് ശങ്കർ അങ്ങനെ ചോദിക്കുകയാണ്. ജഗദീഷ് വക്കീൽ അപ്പൊ പറയുന്നുണ്ട്, അവര് തമ്മിൽ ഒരു വക്കീലും കക്ഷിയും തമ്മിലുള്ള പ്രശ്നമല്ല സാറേ. വക്കീലിനും കക്ഷിക്കും അപ്പുറം മറ്റെന്തോ ബന്ധം അവര് തമ്മിലുണ്ടെന്ന് ജഗദീഷ് വക്കീൽ അങ്ങനെ പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, അർച്ചനയുടെ ഓഫീസിനെ ചുറ്റിപ്പറ്റി എപ്പോഴും നമ്മളുടെ ഒരു ശ്രദ്ധയുണ്ടാവണം. അവരുടെ ഓഫീസിൽ നടക്കുന്ന ഓരോ നീക്കവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഒരു നമ്മുടെ ഓഫീസിൽ നടക്കുന്ന എല്ലാം അറിയുന്നുണ്ട്. അത് നമ്മുടെ വലിയൊരു ഡ്രോബാക്ക് ആണ് എന്ന് വിജയ് ശങ്കർ പറയുമ്പോൾ രവികുമാർ വക്കീൽ പറയുന്നുണ്ട്, മറ്റൊരു വിഷയം കൂടി ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ജഗദീഷ് വക്കീൽ പറയുന്നുണ്ട്, ആ കക്ഷിയെ കുറിച്ച് എന്തെങ്കിലും അതർ റിലേഷൻഷിപ്പിനെ കുറിച്ചാണോ? അത് ഞാനും കേട്ടു. എന്തോ ഒരു തെറ്റായ ബന്ധം അവര് തമ്മിലുണ്ടെന്ന് ജഗദീഷ് വക്കീൽ അങ്ങനെ പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, തെറ്റായ ബന്ധമോ? ജഗദീഷെ, നിങ്ങൾ ആരെ പറ്റിയാണ് ഈ പറയുന്നത്? ഏതെങ്കിലും ഒരു പുരുഷനെ ചേർത്ത് അർച്ചനയോട് തെറ്റായ ബന്ധം ആരോപിക്കാൻ നിന്നാൽ മറ്റാരും തന്നെ അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. ഞാൻ കുറച്ചു കാലം അർച്ചനയ്ക്കൊപ്പം വർക്ക് ചെയ്തതല്ലേ, എന്നിട്ടും നിനക്ക് അർച്ചനയുടെ ക്യാരക്ടർ മനസ്സിലായില്ലേ എന്ന് വിജയ് ശങ്കർ ചോദിക്കുമ്പോൾ ജഗദീഷ് വക്കീല് അർച്ചനയെ പ്രപ്പോസ് ചെയ്തത് ഓർക്കുകയാണ്. അർച്ചന എന്നിട്ട് ജഗദീഷ് വക്കീലിനെ തല്ലിയതും ജഗദീഷ് വക്കീലിന് പെട്ടെന്ന് ഓർമ്മ വരികയാണ്. വിജയ് ശങ്കർ അപ്പൊ ചോദിക്കുന്നുണ്ട്, ജഗദീഷെ, താൻ എന്താണ് ആലോചിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ജഗദീഷ് വക്കീൽ അപ്പൊ പറയുന്നുണ്ട്, ഒന്നുമില്ല സാറേ, ഒന്നുമില്ല എന്ന് പറയാണ്. രവികുമാർ അപ്പൊ പറയുന്നുണ്ട്, കേട്ടത് അതല്ല സാറേ, ബാർ അസോസിയേഷന്റെ പ്രസിഡന്റായി അർച്ചന വക്കീലും നോമിനേഷൻ കൊടുക്കുന്നുണ്ടെന്നാണ് കേട്ടത് എന്ന് രവികുമാർ പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, അതൊന്നും നടക്കാൻ പോകുന്നില്ല. അതെല്ലാം അവൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ആഗ്രഹമാണ്. ഇതിനുവേണ്ടി പലരും ശ്രമിക്കുന്നുണ്ടല്ലോ, അക്കൂട്ടത്തിൽ അവളും നോക്കിയതായിരിക്കും. എന്തായാലും അവളെ തകർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉറച്ച തീരുമാനമെന്ന് വിജയ് ശങ്കർ അങ്ങനെ രവികുമാറിനോടും ജഗദീഷ് വക്കീലിനോടും പറയാണ്. രവികുമാർ അപ്പൊ
പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും എല്ലാം രഹസ്യമായി തന്നെ കണ്ടെത്താമെന്നങ്ങനെ വിജയശങ്കറിനോട് പറയാണ്. പിന്നീട് അനന്തനും മുകുന്ദനും കൂടി ബൈക്കിൽ പോകുന്ന വഴി ഒരു കടയിൽ അങ്ങനെ നാടൻ വാഴപ്പഴത്തിന്റെ കൊല തൂക്കിയിട്ടിരിക്കുന്നത് കാണുകയാണ്. മുകുന്ദനപ്പ അനന്തനോട് പറയുന്നുണ്ട് ഏട്ടാ വണ്ടി നിർത്ത്, നോക്ക് നല്ല നാടൻ കുല, നമുക്കതൊന്ന് നോക്കിയാലോ എന്ന് ചോദിച്ചുകൊണ്ട് അവർ രണ്ടുപേരും ആ കടയിലേക്ക് കയറി ചെന്ന് ആ കൊല ഞങ്ങൾ വാങ്ങുകയാണെന്ന് പറയാണ്. കടക്കാരനപ്പ പറയുന്നുണ്ട് നിങ്ങൾക്കാണോ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, പിന്നീട് എന്താച്ചാ നോക്കിയിട്ട് ക്യാഷ് തന്നാ മതി എന്നൊക്കെ പറയാണ്. ആ കടക്കാരനും മറ്റൊരാളും കൂടിയിട്ട് അനന്തനോടും മുകുന്ദനോടും അച്ചുവിന്റെ SI പോസ്റ്റിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇവരപ്പ പറയുന്നുണ്ട് SI പോസ്റ്റ് ആയിട്ട് അവൻ ഇവിടെ തന്നെ എത്തുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്, വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അതൊരു സഹായമാവുമെന്നൊക്കെ അവരങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് അതുവഴി രണ്ട് ചെറുപ്പക്കാർ ബൈക്കിൽ വരുന്നത്. അവരങ്ങനെ വന്ന് അനന്തന്റെ ബൈക്കിൽ കൊണ്ടുപോയി വണ്ടി മുട്ടിക്കുകയാണ്. അത് കണ്ട് അനന്തനും മുകുന്ദനും ഇഷ്ടത്തോടെ ആ കടയിൽ നിന്നും ആ ചെറുപ്പക്കാരോട് സംസാരിക്കാനായി പോവുകയാണ്. നിങ്ങൾ എന്തു പണിയാണ് ചെയ്തത് എന്നൊക്കെ ചോദിക്കുകയാണ്. അതിലൊരു ചെറുപ്പക്കാരൻ പറയുന്നുണ്ട് ഞങ്ങൾ പോകുന്ന വഴിക്കാണോടോ താൻ ഈ വണ്ടി കൊടുന്ന് വെക്കുന്നത്, ഞങ്ങൾ പോകുന്ന വഴിക്ക് ഏത് വണ്ടി കണ്ടാലും ഞങ്ങൾ തട്ടിക്കുമെന്ന് പറയുകയാണ്. മുകുന്ദനപ്പ ദേഷ്യം വന്ന് അവരോട് ചൂടാവുന്നുണ്ട്. അങ്ങനെ ആ രണ്ട് ചെറുപ്പക്കാരും അനന്തനും മുകുന്ദനും തമ്മിൽ അവിടെ വെച്ച് ഒരു അടിയുണ്ടാവുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് പോലീസ് ജീപ്പിൽ SI ആയിട്ട് അച്ചു വരുന്നത്. വണ്ടിയിൽ നിന്നും അച്ചുവിനെ കണ്ടതും അനന്തനും മുകുന്ദനും ആകെ സന്തോഷത്തോടെ ഞെട്ടിത്തരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് അച്ചു വന്നിട്ട് എന്താടോ ഇവിടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ്. അനന്തനും മുകുന്ദനും അപ്പോൾ ഉണ്ടായ കാര്യം പറയുന്നുണ്ടെങ്കിലും അച്ചു അതൊന്നും വിശ്വസിക്കുന്നില്ല. നിങ്ങളോട് ആരാണ് നിയമം കയ്യിലെടുക്കാൻ പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് അവരെ അടിക്കാനായി പോയത് എന്നെല്ലാം അച്ചു ചോദിക്കുമ്പോൾ മുകുന്ദനും അനന്തനും അച്ചുവിനോട് ചോദിക്കുന്നുണ്ട് അച്ചു നീ എന്താണ് പോലീസായിട്ട് വീട്ടിലേക്ക് വരാതിരുന്നത്, എന്താണ് ചേച്ചിയോട് പോലും നീ ഇതൊന്നും പറയാതിരുന്നത്, നിങ്ങളോട് ഈ സന്തോഷ വാർത്ത പറഞ്ഞില്ലെങ്കിലും നിനക്ക് ചേച്ചിയോടൊന്ന് പറയാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ അച്ചു ആണെങ്കിൽ അനന്തനോടും മുകുന്ദനോടും വീണ്ടും വീണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അച്ചൂടാ എന്നൊക്കെ മുകുന്ദനും അനന്തനും വിളിക്കുന്ന സമയത്ത് അച്ചു പറയുന്നുണ്ട് നിങ്ങളെന്നെ സാർ എന്ന് വിളിക്കണം, ബന്ധങ്ങളെല്ലാം വീട്ടിലെന്ന് പറയാണ്. അങ്ങനെ മുകുന്ദൻ സാർ എന്ന് വിളിച്ച് അച്ചുവിനോട് സംസാരിക്കുകയാണ്. പിന്നീട് അച്ചു ആ ചെറുപ്പക്കാരോട് സംസാരിക്കുന്നുണ്ട് എന്താടോ ഇവിടെ പ്രശ്നം എന്ന് അച്ചു ചോദിക്കുമ്പോൾ ആ ചെറുപ്പക്കാര് അനന്തനും മുകുന്ദനാണ് പ്രശ്നം ഉണ്ടാക്കിയതെന്ന് പറയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട് ശരി വേഗം തന്നെ വണ്ടി എടുത്തിട്ട് ഇവിടുന്ന് പോയെന്ന് പറയാണ്. പിന്നീട് അച്ചു മുകുന്ദനോട് പറയുന്നുണ്ട് തന്റെ പേരിൽ ഈ കേസുണ്ടല്ലോ, താൻ വന്ന് വണ്ടി കയറി എന്ന് പറയാണ്. അങ്ങനെ അനന്തനെയും മുകുന്ദനെയും അച്ചു കേസിന്റെ പേരും പറഞ്ഞ് പോലീസ് വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോവുകയാണ്. എന്നാൽ രാത്രിയിൽ ചിന്നു കാണുന്ന ഒരു സ്വപ്നമാണത്. മുകുന്ദനെ അച്ചു അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന സ്വപ്നം കണ്ട് ചിന്നു ആകെ ഞെട്ടിത്തെറിച്ച് അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. അയ്യോ കുഞ്ഞമ്മാവ മുകുന്ദമാമനെ കൊണ്ടുപോവല്ലേ എന്നൊക്കെ ചിന്നു അങ്ങനെ പറയുകയാണ്. അച്ഛനെയാണെങ്കിൽ പെട്ടെന്ന് എഴുന്നേറ്റുകൊണ്ട് എന്താണ് മോളെ എന്തു പറ്റി, നീ സ്വപ്നം കണ്ടതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട് അമ്മേ ഞാനൊരു സ്വപ്നം കണ്ടു, ആ സ്വപ്നം കാണണ്ടായിരുന്നു, കുഞ്ഞമ്മാവനെ SI സെലക്ഷൻ കിട്ടി ഇവിടെ പോലീസായിട്ട് വന്ന് മുകുന്ദമാമനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നതാണ് ഞാൻ സ്വപ്നം കണ്ടതെന്ന് ചിന്നു അങ്ങനെ അർച്ചനയോട് പറയാണ്. ഇത് കേട്ട് അർച്ചനയും ആകെ പേടിക്കുന്നുണ്ട്. ചിന്നു വീണ്ടും തന്റെ പേടി അർച്ചനയോട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞമ്മാവൻ പോലീസായി വന്നാൽ മുകുന്ദമാമനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകും അമ്മേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അർച്ചന ചിന്നുവിനെ ആശ്വസിപ്പിക്കുകയാണ്. നീ ഒരു സ്വപ്നമല്ലേ കണ്ടത്, അതൊന്നും നടക്കാൻ പോകുന്നില്ല, എന്റെ കുഞ്ഞമ്മാവൻ പോലീസായിട്ട് ഇതുവരെ വന്നില്ലല്ലോ, മുകുന്ദമാമനാണെങ്കിൽ ഇവിടെ തന്നെയുണ്ട്, എന്തിനാണ് നീ പേടിക്കുന്നത്, അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പൊ കുഞ്ഞമ്മാവൻ മുകുന്ദമാമനെ പിടിച്ചുകൊണ്ട് പോയാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ നിന്റെ അമ്മയില്ലേ ഇവിടെ, ഒന്ന് ഓർത്തുകൊണ്ട് കിടന്നാൽ ഇങ്ങനെയുള്ള സ്വപ്നങ്ങളെല്ലാം കാണും, സ്വപ്നമൊന്നും യാഥാർത്ഥ്യമാവില്ല മോളെ, ദൈവത്തെ മനസ്സിൽ വിചാരിച്ച് നീ നല്ലോണം കിടന്നുറങ്ങെന്ന് പറഞ്ഞ് അച്ഛനെയും ചിന്നും കൂടി കിടക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ രുക്കുവാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ചന്ദ്ര വരുന്നത്. ചന്ദ്ര എന്നിട്ട് രുക്കുവിനോട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റി രുക്കു, എന്തിനാണ് രാവിലെ തന്നെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട് ചേച്ചി അച്ചു ഇപ്പൊ പോയിട്ട് 1 മാസമായില്ലേ, ഇതിനിടയിൽ അവൻ എന്നെ 2 തവണ മാത്രമാണ് വിളിച്ചിരിക്കുന്നത്, ഒരാഴ്ചയായിട്ട് വിളി പോലും ഇല്ല എന്ന് രുക്കു അങ്ങനെ പറയുമ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് അവനുമായി അവൻ വിളിച്ചപ്പോ നീയും അവനുമായി എന്തേലും വഴക്കിട്ടോ എന്ന് ചോദിക്കുകയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട് വഴക്കൊന്നുണ്ടായില്ല, പക്ഷെ ഞാൻ എപ്പോ വിളിച്ചാലും അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നത് എനിക്കറിയില്ല, ഇനിയിപ്പോ അമ്പാട്ടിൽ നിന്ന് ആരെങ്കിലും വിളിക്കുന്നുണ്ടോ എന്നും അറിയില്ല. അങ്ങനെ രുക്കു പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അമ്പാട്ടിൽ നിന്ന് ആരും വിളിക്കാൻ സാധ്യതയില്ല, ഇവരെങ്ങനെ വിളിക്കാനാണ്, അവന്റെ പഴയ ഫോണും നമ്പറെല്ലാം ഇവിടെയല്ലേ, പുതിയ നമ്പർ അമ്പാട്ട് വീട്ടുകാർക്ക് കിട്ടാൻ ഒരു ചാൻസും ഇല്ലെന്ന് ചന്ദ്ര അങ്ങനെ രുക്കുവിനോട് പറയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട് അമ്പാട്ട് വീട്ടുകാർക്ക് കോണ്ടാക്ട് ഇല്ലാഞ്ഞിട്ടാണോ എല്ലാവരും കൂടിയിട്ട് അച്ചുവിനെ കാണാനായി പോവാൻ നിൽക്കുന്നത്, എന്നറിയാതെ അമ്പാട്ട് വീട്ടുകാർക്കും അച്ചുവിനും ഇടയിൽ എന്തോ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അച്ചുപ്പെ എന്നെ വിളിക്കാത്തത്. അങ്ങനെ രുക്കു പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഈ അമ്പാട്ട് വീട്ടുകാരെ കൊണ്ട് ആകെ ബുദ്ധിമുട്ടായിരിക്കുകയാണല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വിജയശങ്കർ വരികയാണ്. വിജയശങ്കർ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റി, രാവിലെ തന്നെ നീയും രുക്കുവും തമ്മിൽ വഴക്കായി
വഴക്കായോ എന്ന് ചന്ദ്രയോട് അങ്ങനെ ചോദിക്കുകയാണ്. ചന്ദ്ര അപ്പൊ പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ വഴക്കൊന്നുമില്ല. ആണ് ഇവളുടെ പ്രശ്നം. അവന്റെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണ്. അവൻ ഇങ്ങോട്ടൊട്ട് വിളിക്കുന്നുമില്ല. അതാണ് ഇവളുടെ പ്രശ്നം. അച്ഛന് ഇതിന്റെ ഇടയിൽ കളിക്കുന്നുണ്ടോ എന്നാണ് എനിക്ക് സംശയമെന്ന് ചന്ദ്ര അങ്ങനെ പറയാണ്. വിജയശങ്കർ അപ്പൊ പറയുന്നുണ്ട്, അതാണ് കാര്യം. എന്നെ വിളിച്ചിട്ട് കിട്ടാത്തതിന്റെ കാര്യം അവൻ നിന്നെ വിളിച്ചപ്പോ പറഞ്ഞതല്ലേ. അവനെ ഈ കാര്യത്തിൽ സംശയിക്കേണ്ട. ട്രെയിനിങ് ക്യാമ്പിൽ ഫോൺ എടുക്കുന്നതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. എന്റെ ഫോൺ ചിലപ്പോൾ കമാൻഡർ ഓഫീസറിന്റെ കസ്റ്റഡിയിലാവും. നിശ്ചയിച്ച ദിവസങ്ങളിൽ ആ സമയങ്ങളിൽ മാത്രമാണ് അച്ചുവിന് ആരെങ്കിലും വിളിക്കാൻ കഴിയൂ. ട്രെയിനിങ് ക്യാമ്പിലെ നിയമങ്ങളൊക്കെ അങ്ങനെയാണ് എന്ന് വിജയശങ്കർ പറയുമ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അപ്പൊ പിന്നെ എങ്ങനെയാണ് അമ്പാട്ട് വീട്ടുകാര് അവനെ കോണ്ടാക്ട് ചെയ്യുന്നതെന്ന്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, അമ്പാട്ടിൽ എല്ലാവരും കൂടി അച്ചുവിനെ കാണാനായി പോവാൻ നിൽക്കുകയാണ്. ഇതെല്ലാം അമ്പാട്ടിൽ നിന്ന് മഞ്ജു ചേച്ചിയാണ് വിളിച്ചു പറഞ്ഞതെന്ന് രുക്കു അങ്ങനെ പറയുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, നിയമം അരച്ചു കലക്കി കുടിച്ച ഒരു വക്കീലല്ലേ അവിടെയുള്ളത്, എന്നിട്ടാണോ ഈ മണ്ടത്തരമെല്ലാം പറയുന്നത്. പിന്നെ അർച്ചനയും വീട്ടുകാരും കൂടി അച്ചുവിനെ കാണാൻ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് കോമഡിയാവും. അവൾക്ക് വക്കീലിന്റെ കുപ്പായം അണിഞ്ഞ് നടക്കാൻ മാത്രമേ അറിയൂ. നിയമത്തിന്റെ ബാലപാഠങ്ങൾ അറിയില്ലെന്ന് നമ്മൾ കരുതണം എന്നും പറഞ്ഞുകൊണ്ട് വിജയശങ്കർ റൂമിലേക്ക് പോവുകയാണ്. ചന്ദ്രയാണെങ്കിൽ രുക്കുവിന്റെ സങ്കടം കണ്ട് രുക്കുവിനെ അങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിനുശേഷം കിന്നു തന്റെ അമ്മമാരോട് പറയുന്നുണ്ട്, കുഞ്ഞമ്മാവിനെ കാണാൻ പോകാമെന്ന് തീരുമാനിച്ചിട്ട് ഇപ്പോ അമ്മ പോകാൻ പറ്റില്ലെന്ന് പറയുന്നു. അതെന്താണെന്ന് ചോദിക്കുകയാണ്. അഞ്ജു അപ്പൊ ചോദിക്കുന്നുണ്ട്, അതെന്താണ് ചേച്ചി ആദ്യം സമ്മതിച്ചിട്ട് ഇപ്പൊ പറ്റില്ലെന്ന് പറയുന്നത്. ഇപ്പൊ എന്താണ് തീരുമാനം മാറ്റാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ രമ്യ പറയുന്നുണ്ട്, എന്തെങ്കിലും കാര്യമില്ലാതെ ചേച്ചി അങ്ങനെ പറയില്ലല്ലോ. അതൊന്നും എന്തൊക്കെയോ ഉണ്ടാക്കിക്കൊണ്ട് അവന് കൊണ്ടേ കൊടുക്കണമെന്ന് ചേച്ചി പറഞ്ഞതല്ലേ. എന്തായിരിക്കും പെട്ടെന്ന് പോവണ്ടെന്ന് തീരുമാനിച്ചതെന്ന് രമ്യ അങ്ങനെ പറയാണ്. മഞ്ജു അപ്പൊ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും ചേച്ചി തീരുമാനം മാറ്റിയത് എന്തുകൊണ്ടും ആശ്വാസമായി എന്നങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി എന്തായിരിക്കും അർച്ചന അങ്ങനെ തീരുമാനം മാറ്റാൻ കാരണമെന്ന് ആലോചിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.